ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആബിദ റഷീദ്. വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് മാസ്റ്റർ ക്ലാസ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഇറച്ചിപ്പുട്ടും ചെറുപയർ കറിയാണ്. പുട്ടും ചെറുപയർ കറിയും നമ്മളുടെ ഒരു വെജിറ്റേറിയൻ ആസ്പെക്റ്റിലേക്കാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് നോൺ വെജിറ്റേറിയൻ ആക്കാൻ അതിനെ പുട്ടിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിപ്പുട്ടാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് പുട്ടും ചെറുപയറുമായിട്ട് എടുക്കാം. നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടമാണെങ്കിൽ ഇറച്ചിപ്പുട്ട് ചെറുപയർ കറി. അപ്പോൾ ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കുന്നത് നോക്കാം. ഈ പുട്ടുപൊടി എന്ന് പറയുന്നത് വേരിയസ് കമ്പനി പാക്കറ്റ് കിട്ടും. ഇനി കേരളത്തിലല്ലെങ്കിലും കേരളത്തിലല്ലാത്ത സ്ഥലത്തൊക്കെ പുട്ടിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ മതി. പാക്കറ്റ്സ് ലൈക്ക് മിക്ക കമ്പനീസും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ചില കമ്പനി കുറച്ചൊരു റവ പോലെ കുറച്ച് തരിയുള്ള പൊടിയാണ് എപ്പോഴും നല്ലത്. ഈ പച്ചരീൻ്റെ പുട്ടുപൊടിയുണ്ട്, ചോറ്റരീൻ്റെ പുട്ടുപൊടിയുണ്ട്. അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ കവറിൻ്റെ മേലെ. അത് ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊരു റവ പോലെ കുറച്ചൊരു തരിയുള്ളതായിരിക്കും ഏറ്റവും നന്നാവുക. ഇനി പുട്ടുണ്ടാക്കാൻ നമുക്ക് സാധാ ഒരു റൂം ടെമ്പറേച്ചർ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ആ ഉപ്പൊന്ന് മിക്സാവും. പൊടി ഉപ്പായതുകൊണ്ട് പെട്ടെന്ന് മിക്സാവും. പിന്നെ ഒന്ന് പുട്ടിലൊന്ന് നമുക്ക് വെള്ളം ഒന്ന് പൊതിർത്തി അവിടെ വയ്ക്കുക. ഒന്ന് പുട്ട് കുറച്ച് നേരം ഒന്ന് പൊതിർന്നോട്ടെ. ഈ റവ മാതിരിയുള്ള പൊടിയായതുകൊണ്ട് പൊതിരാൻ കുറച്ച് സമയം വേണം. മീൻ വൈൽ നമുക്ക് ഈ ഇതിലേക്കുള്ള ഇറച്ചിയുടെ മസാല ഉണ്ടാക്കുന്ന പണിയിലേക്ക് പോവാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇറച്ചി പണ്ടെന്ന് പറയും, ഐ തിങ്ക് ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു റിപ്പീറ്റേഷൻ ടുവേർഡ്സ് പുട്ടിന് വേണ്ടിയിട്ട്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ജാസ്തി എണ്ണ വേണ്ട. അത് എണ്ണ ഊസ് ചെയ്ത് വരും പുട്ടിലേക്ക്. അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഒരു 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കുറച്ച് പച്ചമുളകും, പുട്ടിൻ്റെ വെള്ളം ചൂടായിക്കോട്ടെ, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമായി. ഇതൊന്ന് ഈ ഉള്ളി നല്ലോണം ഒന്ന് വാടണം. അധികം വാടണ്ട, അധികം വാടിക്കഴിഞ്ഞാൽ ഉള്ളി സ്റ്റിക്കിയാവും. അതിൻ്റെ ഒരു ഇത്തിരി വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. ആ ഉള്ളിയിലേക്കാണ് ഇട്ടത് പച്ചമുളകാണ്. ഇനി ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ആയാലും അല്ലെങ്കിൽ സാധാരണ കുക്കിംഗ് ഓയിലായാലും നെയ്യായാലും കുഴപ്പമില്ല. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് എന്ത് മീറ്റായാലും, ബീഫായാലും ചിക്കൻ ആയാലും ചെറുതായിട്ട് മട്ടൻ ആയാലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് കുറച്ച് മഞ്ഞളും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1-2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി കൂട്ടി ഈ നല്ലോണം വാടി വന്ന ഉള്ളിയിലേക്ക് ഈ ഇറച്ചി ഒന്ന് പ്രഷർ കുക്കറിലിട്ട് 2-3 വിസിൽ എടുക്കുക. ആ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മല്ലിപ്പൊടിയും ഇട്ടിട്ട് കുക്ക് ചെയ്യുക. മല്ലിപ്പൊടി ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ മല്ലിപ്പൊടി ഇട്ടാൽ മതി. അത് ഈ ഉള്ളിയിലേക്ക് ആഡ് ചെയ്യാം. ഈ പച്ചമുളക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചുവന്ന മുളക് ഉപയോഗിക്കാത്തത്. ഓൾറെഡി ഇതിന് നല്ലോണം പച്ചമുളക് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. മീറ്റിൽ ഓൾറെഡി ഉപ്പുണ്ട്, ഉള്ളിയിൽ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ശ്രദ്ധിക്കണം, 2 പ്രാവശ്യം ആയി പോവരുത്. ഇനി ഈ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് കുക്കായി. കുറച്ച് കളർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഈ പുട്ട് വെള്ള കളറായതുകൊണ്ട് കുറച്ചൊരു കോൺട്രാസ്റ്റ് വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം.
ഇപ്പോൾ ഈ ഇറച്ചിയുടെ വെള്ളം ഉണ്ടല്ലോ, കുക്ക് ചെയ്ത വെള്ളം, ഒരുപാട് വെള്ളത്തിൽ ഇറച്ചി കുക്ക് ചെയ്യണ്ട. ആ കുക്ക് ചെയ്ത ഇറച്ചിയുടെ വെള്ളവും കൂടിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നത്. അഥവാ കുറേ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി തിക്കാക്കിയിട്ട് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ കുറേ വെള്ളമാകുമ്പോൾ ഉള്ളി ഓവർ കുക്ക്ഡായി പോവും. നമുക്ക് ആ ഉള്ളിയുടെ ബൈറ്റ് വേണം. ഉള്ളി ഓവർ കുക്ക്ഡായിട്ട് ഒരു സോഫ്റ്റ് ടെക്സ്ചറിലേക്ക് പോകരുത്. ചെറിയൊരു ബൈറ്റ് ഉള്ളിയിൽ വേണം. ആ ബൈറ്റ് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഉള്ളി വെന്ത് പോകും. അതുകൊണ്ട് അഥവാ നമ്മളുടെ മീറ്റിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് തിക്കർ ആക്കിയതിൻ്റെ ശേഷം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് അത് കുക്ക് ചെയ്യാനുള്ള സമയം എടുക്കും. മീൻ വായിൽ നമുക്ക് ആ പുട്ടുപൊടി എന്തായി എന്നൊന്ന് നോക്കാം. അപ്പോൾ പുട്ടുപൊടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചതാണല്ലോ, അപ്പോൾ അതൊന്ന് കറക്റ്റായോ എന്നൊന്ന് നോക്കാം. സാധാരണ എല്ലാവരും പറയൂ, ഈ പുട്ടിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് തലേന്ന് ഇന്നുണ്ടാക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് നല്ലോണം സോഫ്റ്റ് ആവുന്നു. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഇപ്പം കറക്റ്റ് പറയാൻ പറ്റൂല. 1/2 കപ്പ് വെള്ളമെന്നോ 1 കപ്പ് വെള്ളമെന്നോ ഒന്നും പറയാൻ പറ്റൂല. ഈ പുട്ടിൻ്റെ വെള്ളം മതിയോ ഇല്ലേ എന്നുള്ളതൊരു സംശയമുള്ള കാര്യം തന്നെ. സാധാരണ എപ്പോൾ ടെൻഷനാണ്, പുട്ടിൻ്റെ കുറ്റി റെഡിയായി എപ്പോൾ ടെൻഷനാണ്. അപ്പോൾ അത് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കയ്യിലിങ്ങനെ ഒരു പിടി പുട്ടിൻ്റെ പൊടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം പ്രസ് ചെയ്യുക. ആ ഫിംഗേഴ്സിൻ്റെ ആ ലൈൻ അവിടെ ഫോം ചെയ്തു നോക്കുക. ആ ലൈന് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം മതി. സാധാരണ നിലയ്ക്ക് വെള്ളം പോരെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യില്ല. പിന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ കട്ട കണ്ടില്ലേ, അതും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്, മസാലയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മസാലയിലുള്ള വെള്ളം കണ്ടോ വറ്റി, ഇത് വേറെ ആയി. ഉള്ളിയും മീറ്റും ഒക്കെ നല്ലോണം കുക്കായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തിടാം. മല്ലിയില ഇട്ടിട്ടല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്, ലാസ്റ്റാണ് ഞാൻ എപ്പോൾ മല്ലിയില ഇടുക. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുക. മല്ലിയില ഈസ് ഓൾവേസ് ഒരു ഫ്രഷ്നെസ്സാണ് മല്ലിയില കൊണ്ടുവരിക. ആ മല്ലിയില ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മല്ലിയിലയുടെ ഫ്ലേവർ വേറെയായി. അത് മല്ലിപ്പൊടി ഇട്ട മാതിരിയാവും. മല്ലിയില പച്ചയിലാണ് നമുക്ക് വേണ്ടത്. നൗ ഇറ്റ്സ് റെഡി. ഇനി നമുക്ക് പുട്ട് ഫില്ല് ചെയ്യുന്ന കാര്യം നോക്കാം. പുട്ടിൻ്റെ പൊടി ഓൾമോസ്റ്റ് റെഡിയായി. പുട്ടിൻ്റെ കുറ്റി ചൂടുണ്ടാവും. ഈ പുട്ടിൻ്റെ കുറ്റിയും അതേമാതിരി തന്നെ പല ജാതി കുറ്റിയും മാർക്കറ്റിലുണ്ട്. ഇത് ഐ ഡോണ്ട് നോ, എനിക്കൊരു പഴയത് കിട്ടിയതാണ്. ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിലേക്ക് നമ്മൾക്ക് ആക്ച്വലി ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇറച്ചിപ്പുട്ടിൽ ഈ ഇറച്ചി താഴത്ത് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ പോയിട്ട് ലോക്കാവും. അങ്ങനെ ആവി കയറാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നന്ന താഴൽ മാത്രം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇൻ കേസ് തേങ്ങ ചരുവിയത് ഇല്ലെങ്കിൽ യു ക്യാൻ പുട്ട് ചെറിയ ഉള്ളിയില്ലേ, വെറുതെ ഇങ്ങനെ ഉള്ളി കഷ്ണാക്കി വെച്ചത് ഇതിട്ട് കൊടുത്താലും മതി അടിയിൽ. ബട്ട് സ്റ്റീം കയറാനുള്ള സ്ഥലം വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട്, ഫസ്റ്റ് ലെയറിൽ എപ്പോൾ തേങ്ങ ഇട്ടാൽ മതി, മസാല ഇടരുത്. അതിലേക്ക് ഈ പുട്ട് നമ്മളെപ്പോൾ ഇടുന്ന സമയത്ത് ഭയങ്കര മെല്ലനെ ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ സ്ലോലി വീഴണം, കട്ടിയിൽ വീഴാൻ പാടില്ല. ഈ പുട്ടിൻ്റെ നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ട് അഥവാ ഡിലേ ഉണ്ട് പുട്ട് ഉണ്ടാക്കാൻ, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ പുട്ടിൻ്റെ അകത്തുള്ള ആ മോയ്സ്ചർ ഉണ്ടല്ലോ, അത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ കുറേ പോവും. അപ്പം മേ ബി പിന്നെയും ഡ്രൈ ആവും. ഞാൻ നനച്ചതാണല്ലോ, ആ നനവ് എവിടെ പോയി എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. അപ്പോൾ പുട്ടിൻ്റെ നനവ് കുറച്ച് നേരം വെക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിലൊക്കെ വെള്ളം പെട്ടെന്ന് ഇതിൽ നിന്നും ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കണം. ആ നനവ് എപ്പോൾ ചെക്ക് ചെയ്യണം. എപ്പോൾ നമ്മൾ പുട്ട് കുറ്റിയിലേക്ക് ഇടുന്നോ എല്ലാ സമയത്തും ഈ നനവ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഒരു ലെയർ ഇട്ട് ഇതിലേക്ക് സെക്കൻഡ് ലെയർ നമുക്ക് മീറ്റ് ഇടാം. അഗെയിൻ ബാക്ക് ടു പുട്ടുപൊടി. ഒരു കുറ്റിയിലൊരു 3 ലെയറൊക്കെ ആയിരിക്കും സാധാരണ സൈസ് പുട്ടുകുറ്റിയിൽ കൊള്ളുക. ഓക്കെ, ഇനി ഒരു ലെയർ മീറ്റ്.
ലിറ്റിൽ ബിറ്റ് ഓഫ് കോക്കനട്ട് ഓൺ ടോപ്പ്. ബാക്കിൽ കോക്കനട്ട് അല്ല ഉള്ളത്. അപ്പോൾ നമ്മളിത് കുത്തി വരുന്ന സമയത്ത് രണ്ട് സ്ഥലത്തും ഒരേമാതിരി വരട്ടെ. ഓക്കെ, ദിസ് വിൽ ഗോ ഫോർ സ്റ്റീമിങ്. ഇനി നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ ഗ്രീൻ ഗ്രാം ചെറുപയർ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി അഥവാ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനൊന്നും കൂടി എളുപ്പമായി. അപ്പോൾ പ്രഷർ കുക്കറിലേക്ക്, ഈ പ്രഷർ കുക്കറല്ല ഓപ്പൺ ബേണിംഗ് ആണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ, ഓപ്പൺ കുക്കിങ്ങിലോ. അപ്പോൾ ആവശ്യമുള്ള വെള്ളം പ്രഷർ കുക്കറിൽ ഇതിട്ട് ആവശ്യമുള്ള വെള്ളം, എപ്പോഴും അതിനെക്കാട്ടി ഒരു 2 ഇരട്ടി വെള്ളം വേണം കേട്ടോ. ഇത് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടെൻസ് ടു ബ്ലോട്ട്, അപ്പോൾ അടി പിടിച്ച് പോകും വേഗം. ഇതിലേക്ക് ഒരു ഉള്ളി കുറച്ച് ചങ്കായിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് ചങ്കായിട്ട് ഒണിയൻ. ഇതൊന്ന് വലിയ ഉള്ളി ആയതുകൊണ്ട് ഒരു ഉള്ളി, ഒരു 1.5 ഉള്ളി മതി. അതിലേക്കൊരു 2-3 എരിവിനുള്ള ഗ്രീൻ ചില്ലി. ഇത് വേറെ എരിവും മുളക് പൊടിയൊന്നും വരുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാനിടാം. അപ്പോൾ 2 to 3 വിസിൽസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 3 to 4 വിസിൽ വരെ വന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിൻ്റെ പ്രഷർ നല്ലോണം പോക്കണേ തുറക്കുന്നതിൻ്റെ മുന്നേ. ചെറുപയർ നല്ലോണം കുക്കായിട്ടുണ്ട്. കുക്കായത് എങ്ങനെയാണ് അറിയാമെന്നറിയോ, അത് നല്ലോണം ഒന്നിങ്ങനെ സ്വെല്ല് ചെയ്ത് വരും. അത് നല്ല കുക്കായിട്ടുണ്ട്. ഒന്നും കൂടി കുക്കായാലും കുഴപ്പമില്ല, ബട്ട് ദിസ് ഇസ് ഇനഫ്. മറ്റേത് പയർ അടിഞ്ഞു പോകും. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കുക, ഒന്ന് ടെമ്പർ ചെയ്യുക. തൂമിക്കുക എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. ഐ തിങ്ക് വെളിച്ചെണ്ണ എണ്ണയാണ് എപ്പോഴും നല്ലത്. ഇങ്ങനത്തെ കറിയിലൊന്നും ഓയിൽ ഡസൻ ഗിവ് ഗുഡ് ഫ്ലേവർ. ഇതിലേക്ക് ഒന്ന് എണ്ണ നല്ലോണം ചൂടാവണം. എണ്ണ ചൂടായതിൻ്റെ ശേഷം കുറച്ച് കടുക്, മുളക്, കറിവേപ്പിലയാണ് ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ. എണ്ണ ചൂടായിട്ട് ഇട്ടാൽ മതി കേട്ടോ കടുക്. അല്ലെങ്കിൽ കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ കടുകിൻ്റെ ഒരു എസൻസും കറിയിലേക്ക് വരില്ല. ഈ കടുക് പൊട്ടലാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനോണ്ടാണ് സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യണം. കുക്ക് ചെയ്യുമ്പോൾ നല്ല മനസ്സ്, നല്ല ചിരി, സന്തോഷം, എന്നാലേ എന്തും ഉണ്ടാക്കിയാൽ നന്നാവുള്ളൂ. അപ്പോൾ ഈ കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കുക. പാട്ട് കേൾക്കുന്ന അതേ രസം തന്നെ ഉണ്ടാവും ഈ സൗണ്ട്. പൊട്ടിത്തീർന്നിട്ടില്ല, എല്ലാ കടുകും പൊട്ടണം. യെസ്, you can get the smell actually. ആ കടുക് പൊട്ടുമ്പോൾ എന്താ ഈ കടുകിൽ എന്ന് ആലോചിക്കും. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സ്മോൾ പേഴ്സൺ അല്ല. ആ കടുക് പൊട്ടുമ്പോൾ ആ വെളിച്ചെണ്ണയിലുള്ള ആ ചേഞ്ചസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ദീസ് ഓൾ ആഡ് ഫ്ലേവേഴ്സ് ടു യുവർ കറി. ഈ ചെറിയ കടുകിനെ വെറുതെ വിടരുത്. ദർ ഈസ് ഫ്ലേവർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ തിങ്. ഓക്കെ, എല്ലാവരും പൊട്ടിക്കഴിഞ്ഞ്. ഇനി വിൽ പുട്ട് സം ചില്ലി, another flavor maker, and to this the real fresh. ഇതെൻ്റെ വീട്ടിലുണ്ടായ കരിവേപ്പില, അതുകൊണ്ടാണ് ഇത് ഇത്ര ചെറിയതായത്. the real fresh without any medicine കരിവേപ്പില. ഓക്കെ, ആൻഡ് into that ആ കരിവേപ്പിലൻ്റെയും കടുകിൻ്റെയും മുളകിൻ്റെയും ഒക്കെ എസൻസ് ആ എണ്ണയിലായി. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചെറുപയർ വരും. ഇതുവരെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇനി പയർ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പിടുന്നില്ല. ഉപ്പ് കുക്കിംഗ് അത് വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പയറിൽ ഉപ്പിടുക.
അപ്പോൾ ഇപ്പോഴാണ് പയറിൽ ഉപ്പിടുന്നത്. ഓക്കെ, ഇനി ഓക്കെ, ദിസ് ഈസ് ഗുഡ് ഇനഫ്. ഇനി ഇതിലൊന്നും വേണമെന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസാവാൻ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ല, ഒന്നും കൂടി നന്നാക്കാം. ഐ മീൻ മോർ ടേസ്റ്റിയർ ഇഫ് യു വാണ്ട് ഇറ്റ്. കുറച്ച് നല്ല തേങ്ങയുടെ പാല്, കട്ടിയുള്ള പാല്, അത് ഒഴിച്ചു കൊടുക്കാം. പുട്ടിനെപ്പോൾ ഗ്രേവി വേണം. ആ ഗ്രേവി എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നിക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പാൽ അതിലിട്ട്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യുക. ഇന്നഫ് ഓഫ് സോൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. യെസ്, കറക്റ്റ് ഉപ്പുണ്ട്. ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നെവർ തിളയ്ക്കാൻ പാടില്ല. ഡൺ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞാലില്ലേ ഒരു പിരിപിരി വരും. ആ ഒരു കറിയുടെ സ്മൂത്ത്നെസ് പോവും. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കത്തിക്കരുത് എന്ന് പറയാം. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്, ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വൺ മോർ തിങ്, ഈ പുട്ടില്ലെങ്കിലും ഈ ചെറുപയർ മാത്രം സൂപ്പായിട്ടും കഴിക്കാം. അപ്പോൾ രാത്രി ഡിന്നറിനെല്ലാം ചെറുപയർ മാത്രമായിട്ട് കഴിക്കാം. ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ചെറുപയർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിഷ്. Hope you all enjoyed this section of cooking. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തതിൻ്റെ ശേഷം എനിക്ക് കമൻസ് അയയ്ക്കുക. ഇംപ്രൂവ്മെൻറ്റോ എനി സജഷൻസ് അയയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. And until then, goodbye from Abida Rashid.